ചിലർ തെറ്റായ ഇൻഫർമേഷൻ നൽകിയതിൻ്റെ പേരിൽ അസുഖബാധിതയായ തന്നെ കസ്റ്റംസ് എയർപോർട്ടിൽ 3 മണിക്കൂർ പിടിച്ചുവെച്ചുവെന്ന് രേണുസുധി. ശരീരവും ബാഗും ഇഴകീറി പരിശോധന നടത്തിയെങ്കിലും തന്നിൽ നിന്നും അവർക്കൊന്നും കിട്ടിയില്ലെന്നും മെയിൻസ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ രേണുസുധി പറഞ്ഞു. നിരന്തരം വേണു വിദേശയാത്ര നടത്തുന്നത് കള്ളക്കടത്തിന് വേണ്ടിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. അതിൻ്റെ പരിണിതഫലമാണ് ഇപ്രാവശ്യം വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രേണു അനുഭവിച്ചത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രോഗം സ്ഥിരീകരിച്ചതുകൊണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് റാസൽ ഖൈമയിൽ നിന്നും ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങിയതും കസ്റ്റംസ് എൻ്റെ പാസ്പോർട്ടും പെട്ടിയുമെല്ലാം മേടിച്ചു. ആദ്യമായാണ് അങ്ങനെയൊരു സംഭവം. എന്തോ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ഇതുവരെ ഞാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടില്ല. ഒരുപാട് വിദേശയാത്രകൾ ഇതിനോടകം ഞാൻ നടത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഒരു സോഡാ കുപ്പിയുടെ അടപ്പ് പോലും കള്ളത്തരത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അസുഖമാണെന്നോ ക്ഷീണിച്ച അവസ്ഥയിലാണെന്നോ കസ്റ്റംസിന് അറിയില്ലല്ലോ. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ബോഡി ഫുൾ ചെക്ക് ചെയ്തു. ഒന്നും കിട്ടിയില്ല. ശേഷം ബാഗ് പരിശോധിച്ചു. ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അരിച്ചു പെറുക്കിയായിരുന്നു പരിശോധന. അവസാനം അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അവർ എൻ്റെ അവസ്ഥ കണ്ട് വെള്ളമൊക്കെ തന്നു. ഞാനൊരു കള്ളത്തരവും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. മറ്റൊരാളുടെ സാധനം എടുക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ കള്ളത്തരം ചെയ്യില്ല. ഇന്നേവരെ ചെയ്തിട്ടില്ല. ഞാൻ പോയതും തിരിച്ചു വന്നതും ഇത്തവണ ഓൺലൈൻ മീഡിയ അറിഞ്ഞിട്ടില്ല. എന്നെ വേട്ടയാടുന്നവരുടെ വിചാരം ഞാൻ എന്തോ കള്ളത്തരത്തിന് പോയി എന്നാണ്. 2 ചെറിയ പ്രൊമോഷനുകൾക്ക് വേണ്ടിയായിരുന്നു ഇത്തവണ ബഹ്റിനിൽ പോയത്. അത് ചെയ്ത് വൈകാതെ ഞാൻ തിരിച്ചു വന്നു. എല്ലാ തവണയും ഉദ്ഘാടനത്തിനു വേണ്ടിയാണ് പോകുന്നത്. ഇത്തവണ ഉദ്ഘാടനം ആയിരുന്നില്ല. അതാണ് മീഡിയയെ അറിയിക്കാതെ ഇരുന്നത്. കള്ളക്കടത്ത് നടത്തുന്നുവെന്നാണ് എന്നെക്കുറിച്ച് പ്രചരിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ വന്നതും പോയതും മീഡിയയെ അറിയിക്കാതെ ഇരുന്നത്. ഒന്നാമത് ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുകയാണ്. എന്ത് അവസ്ഥ വന്നാലും കള്ളത്തരത്തിലൂടെ ഒന്നും നേടാൻ എനിക്ക് താല്പര്യമില്ലെന്നും രേണുസുധി പറഞ്ഞു. ക്യാൻസർ 3rd സ്റ്റേജിലാണ് രേണു. കീമോ അടക്കമുള്ള ചെയ്തു തുടങ്ങി. 15-ാം വയസ്സിൽ ശരീരത്തിൽ വന്ന മുഴയാണ് വർഷങ്ങൾക്കിപ്പുറം ക്യാൻസറായി മാറിയത്. രോഗം വന്ന ശേഷവും അഭിനയവും പ്രൊമോഷനും ഉദ്ഘാടനവും റീലുകളും എല്ലാവുമായി രേണു സജീവമായിരുന്നു. 6 വയസ്സുകാരനായ ഒരു മകൻ രേണുവിനുണ്ട്. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ യൂട്യൂബിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് രേണു.